നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. അന്ത്യം ആലുവയിലെ ആശുപത്രിയിൽ. സംസ്കാരം മറ്റന്നാൾ പെരുമ്പാവൂരിൽ. അനുശോചിച്ച് നേതാക്കൾ. പ്രസിഡൻഷ്യൽ റഫറൻസിൽ സുപ്രീം കോടതിയിൽ വാദം പൂർത്തിയായി. ജനാധിപത്യ സംവിധാനം പരാജയപ്പെട്ടാൽ ഇടപെടുമെന്ന് കോടതി. റഫറൻസിൽ വിധി പിന്നീട്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ അനിശ്ചിതമായി തീരുമാനമെടുക്കാതിരിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് കേന്ദ്രം. സമയപരിധി വയ്ക്കാനാകില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. സംസ്ഥാനത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്ന് ഹൈക്കോടതി. വരവ് ചെലവ് കണക്കുകൾ സുതാര്യമാകണമെന്നും ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുതെന്നും നിർദ്ദേശം. സ്വാഗതം ചെയ്ത് മന്ത്രി VN വാസവൻ. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള ആലോചനയുമായി സർക്കാർ. ശബരിമല വികസനം ഇപ്പോൾ പറയുന്നത് കാപ്പട്യമെന്ന് VD സതീശൻ. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്നിളകിയ സ്വർണ്ണപ്പാളി ഉടൻ തിരികെ കൊണ്ടുവരാനാകില്ലെന്ന് ദേവസ്വം ബോർഡ്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് നടപടിക്രമം പാലിച്ചെന്നും ആചാരങ്ങൾ പാലിക്കാനാണ് ബോർഡ് ശ്രമിച്ചതെന്നും വിശദീകരണം. ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിന് ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ മറുപടി ഉണ്ടാകുമെന്ന് ഖത്തർ. തിങ്കളാഴ്ച അറബ് ഇസ്ലാമിക അടിയന്തര ഉച്ചകോടി. ദോഹയിൽ ഞായറാഴ്ച വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേരും. ഖത്തറിന് ഐക്യദാർഢ്യവുമായി പാക് പ്രധാനമന്ത്രി ദോഹയിൽ. ദേശീയ വനിതാ ചാമ്പ്യൻഷിപ്പ് ഫുട്ബോളിൽ റെക്കോർഡ് ഗോളുകളുമായി കേരളം. ആൻഡമാനെ എതിരില്ലാത്ത 38 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചു. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈകിട്ട് 4:30 അന്ത്യം. ഇന്ന് വൈകിട്ട് 4:30 കൂടിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചന്റെ അന്ത്യവുമായി ബന്ധപ്പെട്ട് പ്രമുഖ നേതാക്കളെല്ലാം അനുശോചിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. പ്രാദേശിക തലത്തിൽ നിന്ന് പടിപടിയായി സംസ്ഥാന നേതൃതലങ്ങളിലേക്ക് ഉയർന്നു വന്ന വ്യക്തിയായിരുന്നു പി തങ്കച്ചൻ. വിവാദങ്ങളിൽ പെടാതെ സൗമ്യപ്രകൃതനായി രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം നിറഞ്ഞു നിന്നു. വഹിച്ച സ്ഥാനങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചു. മന്ത്രി, നിയമസഭാ സ്പീക്കർ എന്നീ നിലകളിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. KPCC അധ്യക്ഷൻ, UDF കൺവീനർ എന്നീ നിലകളിലെല്ലാം ദീർഘകാലം പ്രവർത്തിച്ച തങ്കച്ചൻ എല്ലാവരോടും സൗഹൃദം പുലർത്തിയ വ്യക്തിയായിരുന്നു എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അല്പം, അതായത് 4:30 അന്തരിച്ചത്. 86 വയസ്സായിരുന്നു. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം മറ്റന്നാളാണ് പെരുമ്പാവൂരിൽ നടക്കുക. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ അനുശോചിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, 4:30 കൂടി തന്നെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് പി തങ്കച്ചൻ അന്തരിക്കുന്നത്. സംസ്കാരം മറ്റന്നാളാണ്. പൊതുദർശനം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ എങ്ങനെയാണ് ലഭ്യമാകുന്നത്? നിലവിൽ മറ്റന്നാൾ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റന്നാൾ 2 മണിയോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. നാളെ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പെരുമ്പാവൂരിലെ വസതിയിലേക്ക് കൊണ്ടുപോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജഗിരി ആശുപത്രിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശരീരമുള്ളത്. കാരണം മക്കളും കൊച്ചുമക്കളും ഒക്കെയായി നിരവധി ആളുകൾ വിദേശത്തു നിന്നടക്കം വരാനുണ്ട്. അതുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ കുറച്ച് വൈകുന്നത്. ഏറെ നാളായി പി തങ്കച്ചൻ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് രാജഗിരി ആശുപത്രിയിൽ തന്നെ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി അദ്ദേഹത്തിന്റെ നില അല്പം ഗുരുതരമായിരുന്നു. അദ്ദേഹത്തിന്റെ വെന്റിലേറ്റർ സഹായത്തോടെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. അത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ അസുഖം എത്തിയിരുന്നു. മാത്രമല്ല, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്നാണ് ഇന്ന് വൈകിട്ട് 4:30 കൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്.
കേരളത്തിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. വിവിധ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ താഴെത്തട്ടിൽ നിന്നും ഏറ്റവും ഉയർന്ന നിലയിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ അത് അത്രയുമുള്ള എല്ലാ തരം ഭാരവാഹിത്വങ്ങളും ഏറ്റെടുത്ത് അത് പാർലമെന്ററി രംഗത്താണെങ്കിലും പാർട്ടിയുടെ സംഘടനാപരമായ ആണെങ്കിലും അദ്ദേഹം വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. രണ്ടാം AK ആന്റണി മന്ത്രിസഭയിലെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു. UDF കൺവീനറായി ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചു. ഏറ്റവും അധികം അദ്ദേഹം തിളങ്ങിയതും UDF കൺവീനർ എന്ന നിലയിൽ തന്നെയായിരുന്നു. KPCC സ്പീക്കർ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 91-95 K കരുണാകരൻ മന്ത്രിസഭയിലാണ് അദ്ദേഹം സ്പീക്കറായി സേവനമനുഷ്ഠിച്ചത്. 95-96 AK ആന്റണി മന്ത്രിസഭയിലെ കൃഷിമന്ത്രിയായിരുന്നു. 2001 വരെ 96 മുതൽ 2001 വരെ നിയമസഭയിൽ പ്രതിപക്ഷ ചീഫ് വിപ്പായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2001 മുതൽ 2004 വരെ മാർക്കറ്റ് ഫെഡ് ചെയർമാനായും KPCCയുടെ വൈസ് പ്രസിഡന്റായും അദ്ദേഹം നിയമിതനായി. 2004 KPCC താൽക്കാലിക പ്രസിഡന്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 1968 തന്നെ പെരുമ്പാവൂർ കോർപ്പറേഷൻ ചെയർമാനായതിലൂടെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ ചെയർമാൻ എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. അത്രയും ചെറുപ്പകാലത്തിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുകയും പ്രവർത്തിക്കുക തന്നെ ചെയ്തു. ദീർഘകാലം അദ്ദേഹത്തിന് 86 വയസ്സായിരുന്നു മരിക്കുമ്പോൾ. പക്ഷേ ഏറ്റവും അവസാന കാലങ്ങളിൽ പോലും വളരെ സജീവമായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് UDF കൺവീനർ സ്ഥാനത്ത് അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും താൻ ചെറുപ്പമാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. കാരണം മനസ്സിൽ അത്രയധികം ചെറുപ്പം അദ്ദേഹം പുലർത്തിയിരുന്നു. മാത്രമല്ല കേരളത്തിലെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിരുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു. 1968 മുതൽ 80 വരെ പെരുമ്പാവൂർ കോർപ്പറേഷൻ കൗൺസിൽ അംഗമായിരുന്നു. അങ്ങനെ പെരുമ്പാവൂർക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്. 1977 മുതൽ 89 വരെ എറണാകുളം DCC പ്രസിഡന്റായിട്ടും പ്രവർത്തിച്ചു. 80 മുതൽ 82 വരെ പെരുമ്പാവൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അങ്ങനെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഏറ്റവും സുപരിചിതൻ. കോൺഗ്രസിന്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നു. ദീർഘകാലം ഇത്രയധികം DCC പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നു. അങ്ങനെ പ്രവർത്തകർക്കിടയിൽ കോൺഗ്രസിന്റെ ഒരു വളർച്ചയിൽ ആദ്യം മുതൽക്കേ തന്നെ ഉണ്ടായിരുന്ന നേതാവ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് എല്ലാ മേഖലയിലും പ്രവർത്തിച്ചതിലൂടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അത് കോൺഗ്രസിലാണെങ്കിലും UDF ആകെ തന്നെയാണെങ്കിലും അതിന്റെ വളർച്ചയിൽ ഏറ്റവും അധികം മുൻപന്തിയിൽ നിന്ന നേതാക്കളിൽ ഒരാളായിരുന്നു PP തങ്കച്ചൻ. ഇന്ന് വൈകുന്നേരം 4:30 ആലുവ രാജഗിരി ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും മുതിർന്ന നേതാക്കൾ മറ്റ് ആളുകൾ എല്ലാവരും തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണുന്നതിനായിട്ട് നാളെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ 6 പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസ് രാഷ്ട്രീയ ജീവിതത്തിൽ KPCC അധ്യക്ഷൻ, UDF കൺവീനർ, മന്ത്രി, സ്പീക്കർ അങ്ങനെ എല്ലാ പദവികളും, സുപ്രധാന പദവികളും PP തങ്കച്ചൻ വഹിച്ചിട്ടുണ്ട്. നാളെ പൊതുദർശനമുണ്ടാകും. ഒപ്പം തന്നെ മറ്റന്നാളായിരിക്കും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചൊക്കെ ഉണ്ടാവുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും AT അശ്വതി. കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ അനുസ്മരിക്കുകയുണ്ടായി. എങ്കിലും അദ്ദേഹത്തിൻ്റെ വേർപാട് ഒരുപാട് വേദനയുളവാക്കുന്നു. ഞങ്ങൾക്കെല്ലാം വളരെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ, KSU പ്രവർത്തകരായിരിക്കുന്ന കാലം മുതൽ ഏറ്റവും അടുത്ത് ബന്ധമുണ്ടായിരുന്ന പിതൃതുല്യനായിരുന്ന ഒരാളായിരുന്നു തങ്കച്ചൻ സാർ. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും നിരവധി പ്രാവശ്യം പെരുമ്പാവൂരിൽ നിന്ന് MLAയും മന്ത്രിയും സ്പീക്കറും അതുപോലെ UDFൻ്റെ കൺവീനറും KPCCയുടെ പ്രസിഡൻറ്റും ഒക്കെയായി കോൺഗ്രസിൻ്റെയും UDFൻ്റെയും തലപ്പത്ത് വളരെ സൗമ്യമായ പെരുമാറ്റത്തോടു കൂടി നിലനിന്നിരുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള പങ്ക് ഏറെ വലുതാണ്. അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാവരെയും ഇണക്കി ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഇത്രയധികം വൈഭവം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ പറ്റുകയില്ല. എന്തായാലും എറണാകുളം ജില്ലയിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ, കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ തന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സംഘാടകൻ കൂടിയാണ്. KPCC പ്രസിഡൻ്റായിരുന്നു, UDF കൺവീനറായിരുന്നു, സ്പീക്കറായിരുന്നു, മന്ത്രിയായിരുന്നു. ഇതെല്ലാമായിട്ട് പോലും
ഒരിക്കലും തലക്കനം ബാധിക്കാത്ത നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏത് വിഷയങ്ങളിലും അദ്ദേഹത്തെ സമീപിക്കാമായിരുന്നു. സൗമ്യതയെ കരുത്താക്കി മാറ്റിയ നേതാവായിരുന്നു തങ്കച്ചൻ സാർ. അദ്ദേഹം ഇരുന്ന ഓരോ പദവിയും പാർട്ടി പ്രവർത്തകർക്ക് വന്നു ചേരാനുള്ളൊരിടമായിരുന്നു, നേതൃത്വത്തിന് ഒരുമിക്കാനുള്ളൊരിടമായിരുന്നു. വിവിധ തലങ്ങളിൽ 4 തവണ MLA ആയപ്പോഴും, സ്പീക്കറായപ്പോഴും, KPC പ്രസിഡന്റ് ആയപ്പോഴും, UDF കൺവീനർ ആയിരുന്നപ്പോഴും എല്ലാം ആ സൗമ്യതയെ എല്ലാവർക്കും യോജിക്കാനുള്ളൊരിടമാക്കി മാറ്റി അധികാരത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്ന ഒരുപാട് ത്യാഗങ്ങൾ പ്രസ്ഥാനത്തിന് വേണ്ടി വഹിച്ചിട്ടുള്ളൊരു നേതാവാണ്. വലിയ ഒരു നേട്ടമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ നിയമസഭയിൽ തന്നെ ദീർഘകാലം ഞങ്ങളുടെയൊക്കെ ഏറ്റവും ആദരണീയനായ നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയിൽ ഒക്കെ വലിയ ഒരു നിലവാരത്തിൽ വലിയ ബഹുമാനത്തോടു കൂടി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ തങ്കച്ചൻ. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ PP തങ്കച്ചൻ. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. അദ്ദേഹം വഹിച്ച പദവികൾ നിരവധിയാണ്. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ദീർഘനാൾ പ്രവർത്തിച്ചു. പെരുമ്പാവൂർ MLA ആയി പലതവണ വിജയിച്ചു. നിയമ സ്പീക്കറായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. കൃഷി മന്ത്രിയായി അദ്ദേഹം സംസ്ഥാനത്ത് അറിയപ്പെട്ടു. UDFന്റെ കൺവീനറായി ശ്രീ PP തങ്കച്ചൻ ദീർഘനാൾ വളരെ വിജയകരമായി പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുത്തു. അദ്ദേഹം തികഞ്ഞ വ്യക്തിത്വമുള്ള ആളായിരുന്നു. നല്ല ക്ലാരിറ്റിയുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, നമ്മളുടെ മന്ത്രി എന്നുള്ള നിലയിൽ, അതോടൊപ്പം സ്പീക്കർ എന്നുള്ള നിലയിൽ ശ്രീ PP തങ്കച്ചനെ കുറിച്ച് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ കാലങ്ങളും ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, എനിക്ക് വ്യക്തിപരമായി തന്നെ വളരെയധികം നഷ്ടമാണ്. കാരണം ഞാനും അദ്ദേഹവും തമ്മിലുള്ള വർഷങ്ങളോളമായിട്ടുള്ള ബന്ധം കുടുംബപരമായും അതുപോലെ തന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഞാൻ കരുതിയിരുന്നത്. എന്നോടും ഒരു അനുജൻ എന്ന നിലയിലുള്ള വാത്സല്യവും സ്നേഹവും എന്നും തങ്കച്ചൻ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനുമായിട്ട് ഏറ്റവും അധികം ഹൃദയബന്ധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. പല കാര്യങ്ങളും, പല രഹസ്യമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തെ വിളിച്ച് ഇരുത്തി അദ്ദേഹത്തിനെയാണ് അയക്കണത് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിലൊരു കുടുംബം മാതിരിയായിരുന്നു അദ്ദേഹം. എല്ലാ കാര്യത്തിനും ഇപ്പൊ അച്ഛൻ്റെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് അദ്ദേഹം ഇതായിരുന്നത്. പിന്നെ എല്ലാ ബുദ്ധിമുട്ടുകളിലും അച്ഛൻ്റെ കൂടെ അന്നത്തെ കാലത്ത് നിന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തെ എപ്പോഴും ആ ഒരു രീതിയിലാണ് നമുക്ക് ഓർക്കാൻ കഴിയുക. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അച്ഛനുമായിട്ട് ബന്ധപ്പെടുത്താതെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും അച്ഛൻ്റെ ആയിരിക്കുന്നതിന്റെ തൊട്ടടുത്ത കസേരയിൽ അദ്ദേഹം ഉണ്ടാവും. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് PP തങ്കച്ചനെ അനുസ്മരിക്കുകയായിരുന്നു നേതാക്കൾ. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ അനിശ്ചിതമായി തീരുമാനമെടുക്കാതെ ഇരിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. എന്നാൽ സമയപരിധി വെക്കാനും ആകില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചു. ഇക്കാര്യത്തിലുള്ള 2 ബെഞ്ചിന്റെ വിധി അസാധുവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. വാദം പൂർത്തിയായ സാഹചര്യത്തിൽ റഫറൻസ് വിധി പറയാനായി മാറ്റി. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച വിധി ചോദ്യം ചെയ്ത രാഷ്ട്രപതി നൽകിയ റഫറൻസിന്റെ വാദം സുപ്രീംകോടതിയിൽ പൂർത്തിയായി. രാഷ്ട്രപതി ഉന്നയിച്ച 14 ചോദ്യങ്ങളിലുള്ള വാദം 10 ദിവസമാണ് നീണ്ടുനിന്നത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാദം കേട്ടത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച തീരുമാനത്തെ അതിശക്തമായി കേന്ദ്ര സർക്കാർ എതിർത്തു. സമയപരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് കേന്ദ്രം ആവർത്തിച്ചു. അതേസമയം അനിശ്ചിതകാലമായി ബില്ലിൽ തീരുമാനമെടുക്കാതിരിക്കാനുള്ള പ്രത്യേക അധികാരം ഗവർണർക്കില്ല എന്നും കേന്ദ്രം നിലപാട് അറിയിച്ചിട്ടുണ്ട്. എത്രയും വേഗം തീരുമാനമെടുക്കണമെന്നാണ് ആർട്ടിക്കിൾ 200 പറയുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ബില്ലിനനുസരിച്ച് തീരുമാനം നീണ്ടുപോകുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. സമയപരിധി നിശ്ചയിച്ച 2-അംഗ ബെഞ്ചിന്റെ വിധി റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ 90% ഗവർണർമാർ അംഗീകരിക്കുന്നുണ്ട് എന്ന് അറ്റോർണി ജനറൽ R വെങ്കട്ടരമണി പറഞ്ഞു. ബില്ലുകളിന്മേൽ കേന്ദ്ര സർക്കാരിന്
പ്രത്യേക താൽപ്പര്യങ്ങളില്ലെന്നും അദ്ദേഹം വാദിച്ചു. ഭരണഘടനാപരമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ കേന്ദ്രമെന്നോ സംസ്ഥാനമെന്നോ വ്യത്യാസമില്ല എന്ന് AG അറിയിച്ചു. കഴിഞ്ഞ 50 വർഷമായി രാജ്യത്തെ വിവിധ ബില്ലുകളിൽ ഗവർണറുടെ അംഗീകാരം കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ രാഷ്ട്രീയമല്ല, മറിച്ച് ബില്ലുകളുടെ ഉള്ളടക്കങ്ങളും സാഹചര്യങ്ങളുമാണ് കാരണമെന്ന് R. വെങ്കട്ടരമണി പറഞ്ഞു. വാദം പൂർത്തിയായ പശ്ചാത്തലത്തിൽ റഫറൻസിന്മേൽ സുപ്രീം കോടതി പിന്നീട് വിധി പറയും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി. ബോർഡിന് അയ്യപ്പ സംഗമം നടത്താമെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി പമ്പയുടെ വിശുദ്ധി സംരക്ഷിക്കണമെന്ന് നിർദ്ദേശം നൽകി. ചില നിർദ്ദേശങ്ങളും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിലൂടെ നൽകിയിട്ടുണ്ട്. സംഗമത്തിന്റെ ഭാഗമായി പമ്പയിൽ സ്ഥിരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത്. കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. 45 ദിവസത്തിനുള്ളിൽ ഇത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് കോടതി വസ്തുതകൾ മനസ്സിലാക്കിയെന്ന് മന്ത്രി VN വാസവൻ. കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ പരിപാടികൾ നടത്താനാണ് ഉദ്ദേശം. 3000 പേർക്ക് ഇരിക്കാനുള്ള പന്തലാണ് പമ്പയിൽ പണിയുന്നത്. ഇത് താൽക്കാലിക നിർമ്മിതിയായിരിക്കും. സർക്കാരിന്റെയോ ബോർഡിന്റെയോ പണം ദൂർത്തടിക്കാനുള്ള പരിപാടി ആയിരിക്കില്ല. വരവ് ചെലവ് കണക്കുകൾ ജനങ്ങളെ ബോധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കോടതിയുടെ ചോദ്യങ്ങൾക്ക് ദേവസ്വം ബോർഡും സർക്കാരും കൃത്യമായ മറുപടി നൽകിയിരുന്നു. സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല, ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ നേതാവിനെ വീണ്ടും കാണാൻ തയ്യാറാണ്. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മന്ത്രിമാർ പങ്കെടുക്കും. കോടതി നിർദ്ദേശങ്ങൾ പ്രകാരം സംഗമം നടത്തുമെന്നും 4000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസം 15-ാം തീയതിയാണ് രജിസ്ട്രേഷൻ നടപടികൾ അവസാനിക്കുകയെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. നടക്കട്ടെ, അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നതിനെ. കാരണം ഇവിടെ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള നിലയിൽ സംഘടിപ്പിക്കുവാൻ അവർക്ക് അവകാശമുണ്ട്. അത് നടക്കട്ടെ. ദേവസ്വം ബോർഡിൻ്റെ കൂട്ടായ്മ അത് നടക്കും. രണ്ടും നടക്കട്ടെ. സ്വാഗതം ചെയ്യുന്നു. ഇതെല്ലാം തന്നെ ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടിയാകണമെന്ന് മാത്രം. അയ്യപ്പ സംഗമത്തിലേക്ക് തന്നെ ആരും ക്ഷണിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്റ്റാലിൻ സംഗമത്തിൽ പങ്കെടുത്താൽ എതിർക്കുമെന്നാണ് തുടക്കം മുതലേ BJP നിലപാട് സ്വീകരിച്ചിരുന്നത്. നിലവിൽ സ്റ്റാലിൻ പങ്കെടുക്കുന്നില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. സർക്കാരാണോ ദേവസ്വം ബോർഡാണോ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് ആദ്യം തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. പന്തളം കൊട്ടാരത്തിലെ സുകുമാരി തമ്പുരാട്ടി അന്തരിച്ചു. ആചാരപ്രകാരം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം അടച്ചിടും. അയ്യപ്പ സംഗമ ദിവസം ക്ഷേത്രം അടഞ്ഞുകിടക്കും. പന്തളത്തെ വിശ്വാസ സംഗമ ദിനമായ 22-നാകും ഇനി നട തുറക്കുക. അയ്യപ്പ സംഗമത്തിലും കൊട്ടാരത്തിലെ ആർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞേക്കില്ല. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള ആലോചനയുമായി സർക്കാർ. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, പരിഹാര മാർഗങ്ങൾ എന്നിവ ചർച്ച ചെയ്യും. കൊച്ചിയിലോ കോഴിക്കോട്ടോ സംഗമം നടത്താനാണ് ആലോചന. അയ്യപ്പ സംഗമവുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിനെതിരെ ഉയർന്ന പ്രധാന ആക്ഷേപമായിരുന്നു ഭൂരിപക്ഷ പ്രീണനമെന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഭൂരിപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി അയ്യപ്പ സംഗമം നടത്തുന്നുവെന്ന ആരോപണം കോൺഗ്രസും BJPയും ഉയർത്തുമ്പോഴാണ് എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്താൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ ഇവ ചർച്ച ചെയ്യുകയും പരിഹാര മാർഗങ്ങൾ തേടുകയുമാണ് ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വേട്ടയാടലുകളും ആക്രമണങ്ങളും ഉൾപ്പെടെ ചർച്ചയാകും. കൊച്ചിയിലോ കോഴിക്കോട്ടോ സംഗമം നടത്താനാണ് ആലോചന. ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളെ യോജിപ്പിച്ചുകൊണ്ടാണ് സംഗമം നടത്തുക. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമവും നടത്തുന്നതിലൂടെ സർക്കാർ എല്ലാ മേഖലയിലും വേണ്ട ഇടപെടൽ നടത്തി എല്ലാ വിഭാഗക്കാരെയും ചേർത്തു നിർത്തുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത്. അതോടൊപ്പം അയ്യപ്പ സംഗമം എന്നത് പ്രത്യേക വിഭാഗക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല എന്ന സന്ദേശവും ന്യൂനപക്ഷ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നു. എല്ലാറ്റിനുമുപരി തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മതസാമുദായിക സംഘങ്ങളെ ഒപ്പം നിർത്തി രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ കൂടി കൃത്യമായ കരുക്കൾ നീക്കുകയാണ് സർക്കാർ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നു. പാളികളുടെ അറ്റകുറ്റപ്പണി ചെന്നൈയിൽ തുടങ്ങിയെന്നും തിരികെ എത്തിക്കാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ ബോർഡിന് കഴിയില്ലെന്നും ദേവസ്വം ബോർഡിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ അറിയിക്കും. ഹർജി പരിഗണിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നീക്കം. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ കോടതി അനുമതിയില്ലാതെ ഇളക്കിയെന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ ഉത്തരവ്.
മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ജോർജിന്റെ അവയവങ്ങൾ 6 പേർക്ക് പുതുജീവൻ നൽകാനായി കൊച്ചിയിലെത്തിച്ചു. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അങ്കമാലി സ്വദേശിക്കാണ് ഐസക്കിന്റെ ഹൃദയം മാറ്റിവെക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നാണ് അവയവങ്ങൾ എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ചത്. ഹയാത്തിലെ ഹെലിപ്പാഡിൽ നിന്ന് വെറും 4 മിനിറ്റ് കൊണ്ടാണ് ഐസക് ജോർജിന്റെ ഹൃദയം ലിസി ആശുപത്രിയിൽ എത്തിച്ചത്. ഉടൻ തന്നെ ഡോക്ടർ ജോസ് പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ആരംഭിച്ചു. ഐസക്കിന്റെ ഹൃദയം കൊച്ചിയിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചതായി ആശുപത്രി PRO രാജേഷ് പറഞ്ഞു. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ അജിന്റെ ശസ്ത്രക്രിയ തുടരുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഓർഗൻ ഡൊണേഷൻ ക്രമീകരിക്കുന്ന സർക്കാർ സംവിധാനമായ KS ഓട്ടോയിൽ നിന്നും നമുക്ക് ഇങ്ങനെയൊരു ഡോണർ ഉണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഹാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു 28 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ ഒത്തിരി നാളുകളായി വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അനുയോജ്യമായൊരു ഹൃദയമാണ് എന്ന് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. തുടർന്ന് ഹാർട്ട് എടുക്കുവാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഒരു ഹെലികോപ്റ്ററിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ മുന്നിലുള്ള ഏക വഴി. ഇന്ന് ഏർലി മോർണിംഗ് ഒരു 4 മണിയോടുകൂടി ഇവിടുന്ന് ലിസി ഹോസ്പിറ്റലിൽ നിന്നും 4 ഡോക്ടേഴ്സിൻ്റെയും അതുപോലെ ടെക്നീഷ്യൻസിൻ്റെയും ഒരു വലിയ സംഘം അങ്ങോട്ട് പുറപ്പെട്ടു. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുവാൻ സാധിച്ചു. ബഹുഭാര്യത്വത്തെ സംബന്ധിച്ച വിവാദ പ്രസംഗത്തിൽ സമസ്ത നേതൃത്വത്തെ തള്ളി മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വി. ജനപ്രതിനിധികളിൽ പലർക്കും ഇൻചാർജ് ഭാര്യമാരുണ്ടെന്ന നദ്വിയുടെ പ്രസ്താവനയെ ചൊല്ലി സമസ്തയിൽ ഭിന്നത രൂക്ഷമായി തുടരുകയാണ്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും വൈഫ് ഇൻചാർജുമാരുണ്ടെന്ന സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയുടെ പ്രസംഗത്തിനെതിരെ സമസ്ത നേതൃത്വം തന്നെ മുന്നോട്ട് വന്നിരുന്നു. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് സമസ്തയുടെ ശൈലിയല്ലെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ നേതൃത്വത്തിന്റെ നിലപാട് തള്ളി പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നതായി ബഹാവുദ്ദീൻ നദ്വി പറഞ്ഞു. ദുനിയാവ് മുഴുവൻ പ്രതിഷേധിച്ചാലും ചരിത്ര സത്യം നിലനിൽക്കുമെന്നും നദ്വി പ്രതികരിച്ചു. ഞാനവിടെ ആരെയും ഇകഴ്ത്താനോ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ, ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില പുരുഷന്മാർക്ക് ആവശ്യമായി വരും. അതാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ സമൂഹത്തിൽ സാർവത്രികമായി നടന്നു വരുന്ന ജീർണതകൾക്കെതിരെ സമൂഹത്തെ ഉണർത്തുകയാണ് ചെയ്തത്. രോഗം വന്നാൽ എനിക്കത് തിന്നാലും ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യമുള്ള സ്ഥിതിക്ക് ഞാൻ അതേ പറയുള്ളൂ. ഈ ദുനിയാവ് മുഴുവൻ പ്രതിഷേധിച്ചാലും വസ്തുതായിട്ട് നിൽക്കുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയക്കാർ പലരും അങ്ങനെ ചെയ്യണവരുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ മന്ത്രിമാരെ മാത്രമാക്കി ചില തൽപര കക്ഷികൾ ചുരുക്കി. വിവിധ വിഷയങ്ങളിൽ ഭിന്നത പരിഹരിക്കാൻ സമസ്ത നേതൃത്വം ശ്രമിക്കുന്നതിനിടെയുണ്ടായ പുതിയ വിവാദം നേതാക്കൾക്കിടയിൽ കൂടുതൽ അകൽച്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുസ്ലിം ലീഗ് നേതാവായ MK മുനീർ MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കുറഞ്ഞതിന് പിന്നാലെ ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്നാണ് മുനീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൊടുവള്ളി മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു മുനീറിന് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. PK ഫിറോസിനെതിരെ കൂടുതൽ ആരോപണങ്ങളും തെളിവുകളും നിരത്തി KT ജലീൽ. 2018 മുതൽ 2020 ഡിസംബർ 19 വരെ ദുബായ് ആസ്ഥാനമായ ഫോർച്യൂൺ എന്ന കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന പേരിൽ ഫിറോസിന് വിസയുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വിസ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ക്യാൻസൽ ചെയ്തെന്നും KT ജലീൽ പറഞ്ഞു. ഈ കമ്പനി ദുബായിൽ എവിടെയാണെന്നും എന്താണ് ഈ കമ്പനിയിൽ ഫിറോസ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ജലീൽ പറഞ്ഞു. 5.25 ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം. ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം. ഞാൻ അന്വേഷിച്ചിടത്തോളം ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ബോർഡ് അന്വേഷിച്ച ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും ഉൾഭാഗത്ത് ഒരു ചെറിയ ബോർഡോ മറ്റോ വെച്ച് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ബന്ദ് നിയമനം കയ്യോടെ പിടികൂടിയതിലുള്ള അമർഷമാണ് KT ജലീലിൽ നിന്നും. ദാവൂദുമായി ബന്ധമുണ്ടെന്നേ ഇനി പറയാനുള്ളൂവെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. മന്ത്രിയായിരുന്ന ഘട്ടത്തിലെ അഴിമതി പുറത്തു വരുന്നു എന്നറിഞ്ഞ വെപ്രാളത്തിലാണ് അദ്ദേഹം. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതിയാണ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. താൻ തൊഴിലും ബിസിനസ്സും ചെയ്യുന്നുണ്ടെന്നും രാഷ്ട്രീയം ഉപജീവനമാക്കിയിട്ടില്ലെന്നും ഫിറോസ് കോഴിക്കോട് പറഞ്ഞു.
എനിക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ആരോപണങ്ങളും ഒരുവിധം അദ്ദേഹം ഇതിനകം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ബന്ധു നിയമനം കൈയോടെ യൂത്ത് ലീഗ് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് നാണം കെട്ട് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ നാണം കെട്ട് രാജിവെച്ചതിലുള്ള പകയാണ് ഇത്തരമൊരു ആരോപണത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഴിമതി കൂടി പുറത്തു വന്നാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമോ എന്ന ഭീതി, വെപ്രാളം, അതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പിടികൂടിയിരിക്കുന്നത്. ഒരു മനുഷ്യന് വെപ്രാളം വരുമ്പോൾ പിന്നെ പറയുന്നതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും. മനോനില തെറ്റിയതുപോലെ പെരുമാറും. ഞാൻ ബിസിനസ് ചെയ്യുന്ന ആളാണ്, ഞാൻ തൊഴിൽ ചെയ്യുന്ന ആളാണ്, എനിക്കതിൽ അഭിമാനമുള്ള ആളാണ്. GST വർധനയുടെ പേരിൽ ലോട്ടറി വില വർദ്ധിപ്പിക്കില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കമ്മീഷൻ വ്യവസ്ഥയിൽ ഉൾപ്പെടെ ചെറിയ മാറ്റം വരുത്തി തൽക്കാലം പ്രതിസന്ധി പരിഹരിക്കും. സമ്മാനത്തുകയിലും കുറവ് വരുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. എന്നാൽ പൊതുവെ നമ്മൾ ചർച്ച ചെയ്തിട്ട് ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ പിന്നെ പ്രശ്നമുണ്ട്, എങ്ങനെ ഈ പണം കൊടുക്കും? അത് ഇതിനകത്ത് തന്നെ എല്ലാവരും അഫക്റ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇതിനകത്ത് ലോട്ടറി ഡിസ്കൗണ്ട് കിട്ടുന്നവരുണ്ട്, പ്രൈസിൻ്റെ കാര്യത്തിനകത്തുണ്ട്. പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പെർസെൻറ്റേജ് ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. പ്രൈസിൻ്റെ കാരണം ടാക്സ് പോകുമ്പോൾ കുറച്ചുകൂടി തുക മേടിക്കുന്ന ഇതിനായിട്ട് പ്രൈസിനും അല്ലെങ്കിൽ അത് കിട്ടുന്ന മൂല്യത്തിന് കുറയുമല്ലോ. അപ്പോൾ അത് സർക്കാർ ഉൾപ്പെടെ എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്തൊരു സംവിധാനം ഉണ്ടാക്കാൻ ആലോചിക്കുന്നത്. വില ഇപ്പോൾ വർദ്ധിപ്പിക്കത്തില്ല. കമ്മീഷൻ രണ്ടും ചേർന്ന ഒന്ന് തന്നെയാണ്. ഈ ഏജൻറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 9 രൂപ അല്ലെ 8.25 രൂപ എന്നിരിക്കട്ടെ, അത് വലിയൊരു ഏജൻ്റാണ്. നിങ്ങളൊരു വലിയ ഏജൻ്റ് ആണെങ്കിൽ നിങ്ങൾ അതിനൊരു 1 രൂപയോ 1.25 രൂപയോ എടുത്തിട്ട് താഴോട്ട് കൊടുക്കും. അത് അവർ തന്നെ ചെയ്യുന്നതാണ്. കൊല്ലൂർ മൂകാംബിക ദേവിക്ക് വജ്രകിരീടവും സ്വർണ്ണവാളും സമർപ്പിച്ച് സംഗീത സംവിധായകൻ ഇളയരാജ. വജ്രമാല ഉൾപ്പെടെ 8 കോടി രൂപ വില വരുന്ന ആഭരണങ്ങളാണ് കൊല്ലൂരിൽ സമർപ്പിച്ചത്. കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ വജ്രകിരീടവും വജ്രമാലയും സ്വർണവാളും സമർപ്പിക്കാനെത്തിയ സംഗീത സംവിധായകൻ ഇളയരാജയെ വാദ്യമേളങ്ങളോടെ ആയിരങ്ങൾ ചേർന്ന് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്ര കൊടിമരത്തിന് മുന്നിൽ വെച്ച് ദേവിയുടെ മുഖ്യ അർച്ചകനായ സുബ്രഹ്മണ്യ അടികയുടെ സാന്നിധ്യത്തിൽ ആഭരണങ്ങൾ സമർപ്പിച്ച് പല്ലക്കിലും രഥത്തിലുമായി ആഭരണങ്ങൾ ക്ഷേത്രം വലം ചെയ്തു. തുടർന്ന് മന്ത്രോച്ചാരണങ്ങളോടെ ശ്രീകോവിലിലേക്ക്. മകനും സംഗീത സംവിധായകനുമായ കാർത്തിക് രാജയും ഇളയരാജയ്ക്കൊപ്പമുണ്ടായി. വജ്രാഭരണങ്ങൾ മൂകാംബിക ദേവിക്കും സ്വർണവാൾ ക്ഷേത്രത്തിലെ ഉപദേവനായ വീരഭദ്രനുമാണ് സമർപ്പിച്ചത്. അമൃത ന്യൂസ്, കാസർഗോഡ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ഇളക്കിപ്പോയ സ്വർണ്ണപാളി ഉടൻ തിരികെ കൊണ്ടുവരാനാകില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കും. ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് നടപടിക്രമം പാലിച്ചാണെന്നും ആചാരങ്ങൾ പാലിക്കാനാണ് ബോർഡ് ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ദ്വാരപാലകന്മാരുടെ വച്ചിരിക്കുന്ന കവചം പൊട്ടിപ്പൊളിഞ്ഞതാണ്. അത് പാടില്ല. 2 തന്ത്രിമാരും അത് നമുക്ക് മാറ്റണം. അതിങ്ങനെ ഇരിക്കുന്നത് അഭംഗിയാണ്. മാത്രമല്ല ഇത്രയും ചൈതന്യമുള്ളൊരു ക്ഷേത്രത്തിന് അത് ഇരിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഞങ്ങൾ കൃത്യമായ മാനുവൽ പ്രകാരം തിരുവാഭരണം കമ്മീഷണർ ഇതിൻ്റെ അധികാരി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അത് ചുമതലപ്പെടുത്തി അദ്ദേഹം അവിടെ പോയി കൃത്യമായ നടപടിക്രമങ്ങൾ വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ പോലീസ് വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ അത് കൃത്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് നമ്മളിപ്പോൾ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത്. 2 ആഴ്ചയായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1 മാസത്തിനിടെ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്ന 6ാമത്തെ ആളാണ് ഷാജി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട ചേലേമ്പ്ര സ്വദേശി ഷാജിക്ക് എവിടെ നിന്നാണ് അണുബാധയുണ്ടായതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കരൾ സംബന്ധമായ രോഗം കൂടെയുണ്ടായിരുന്ന ഷാജി മരുന്നുകളോട് പ്രതികരിച്ചില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിലവിൽ 10 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഒരാൾ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുന്നുണ്ട്.
രോഗത്തിന്റെ ഉറവിടം കൃത്യമായി സ്ഥിരീകരിക്കാനാകാത്തതാണ് പ്രതിരോധ നടപടികൾ ഊർജിതപ്പെടുത്തുന്നതിന് തടസ്സമാകുന്നത്. അതേസമയം ഷാജിയുടെ മരണമടക്കം ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 6 പേർ മരിച്ചെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കിൽ ഈ വർഷം 2 പേർ മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. 12 പേരുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണെന്ന സംശയമാണെന്നാണ് അധികൃതർ പറയുന്നത്. 18 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും 34 പേർക്ക് രോഗം സംശയിക്കുന്നതുമായാണ് ആരോഗ്യ വകുപ്പിന്റെ കണക്ക്. ആരോഗ്യ വകുപ്പിന്റെ രോഗം സംബന്ധിച്ച കണക്കിലെ പൊരുത്തക്കേടും ഇതോടെ ചർച്ചയാവുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ അവ്യക്തത. ഒരു മാസത്തിനിടെ 6 മരണമാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകളിൽ ഒരു വർഷത്തിനിടെ 2 മരണം എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രോഗികളുടെ എണ്ണത്തിലും മരണനിരക്കിലും കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ഉയരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ഒരു മാസത്തിനിടെ 6 പേരാണ് സംസ്ഥാനത്ത് മരിച്ചത്. ഒരാഴ്ചക്കിടെ 2ാമത്തെ മരണവും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ഈ കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ വർഷം 2 പേർ മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. 18 പേർക്ക് രോഗം സ്ഥിരീകരിച്ചുവെന്നാണ് കണക്ക്. 34 പേർക്ക് രോഗം സംശയിക്കുന്നതായും ഔദ്യോഗിക രേഖകളിൽ ചൂണ്ടിക്കാട്ടുന്നു. 12 പേരുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്നാണെന്ന് സംശയമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. മലപ്പുറം സ്വദേശിയുടെ മരണമാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എവിടെ നിന്നാണ് അണുബാധ ഉണ്ടായതെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ 10 പേർ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനിടെ ചികിത്സയിലായിരുന്ന 2 പേർ രോഗമുക്തി നേടി എന്നതും ആശ്വാസമാണ്. ഒരേ സമയം ആശങ്കയും ആശ്വാസവും നൽകുന്ന കണക്കുകളാണ് ഓരോ ദിവസവും അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. എന്നാൽ ആരോഗ്യവകുപ്പ് മരണനിരക്കിലും രോഗികളുടെ എണ്ണത്തിലും കൃത്യമായ കണക്കുകൾ പുറത്തുവിടേണ്ടതുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം അഞ്ചാലുമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക വിദ്യാർത്ഥി സംഘർഷത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. വിദ്യാർത്ഥിക്കെതിരെയും നടപടിയെടുത്തു. കഴിഞ്ഞ ദിവസം സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലാണ് അധ്യാപക വിദ്യാർത്ഥി സംഘർഷം ഉണ്ടായത്. അഞ്ചാലുമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം കായികാധ്യാപകനും കുരീപ്പുഴ സ്വദേശിയായ സ്കൂളിലെ +2 വിദ്യാർത്ഥിയും തമ്മിലായിരുന്നു സംഘട്ടനം. വൈകിട്ട് 3:30യോടെ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലാണ് സംഭവം നടന്നത്. സഹപാഠികൾക്കൊപ്പം കോമ്പൗണ്ടിൽ നിൽക്കുമ്പോൾ അധ്യാപകനെത്തി ക്ലാസ്സിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്ന് വിദ്യാർത്ഥി പറയുന്നു. എന്നാൽ ഒരു വിദ്യാർത്ഥിനിയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. സംഘർഷത്തിൽ ഇരുവർക്കും പരിക്കേറ്റു. പോലീസിലും ബാലാവകാശ കമ്മീഷനിലും വിദ്യാർത്ഥി പരാതി നൽകിയിട്ടുണ്ട്. അധ്യാപകനായ മുഹമ്മദ് റാഫിയെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കുട്ടിയെ 2 ആഴ്ചത്തേക്ക് സ്കൂളിൽ നിന്നും മാറ്റി നിർത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിലെ ഡിസിപ്ലിനൊക്കെ നോക്കുന്ന സ്പോർട്സിൻ്റെ അധ്യാപകനാണ്. അധ്യാപനം അടിച്ച് താഴെയിട്ട് കുട്ടികൾ അധ്യാപനം എണീറ്റ് കുട്ടിയെ അടിച്ചു. അപ്പോൾ അധ്യാപനം അടി കിട്ടിയാലും കുട്ടിയെ അടിക്കാൻ പാടില്ലെന്നുള്ള നിലപാടാണല്ലോ നമ്മുടെ നിലപാട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യ അന്വേഷണം റിപ്പോർട്ട് കിട്ടി അധ്യാപനം സസ്പെൻഡ് ചെയ്തു. ഞാൻ ഇന്നലെ അതിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മൂക്കിനും നെറ്റിക്കും പരിക്കേറ്റ വിദ്യാർത്ഥി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പരിക്കേറ്റ അധ്യാപകൻ കടക്കൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചാലുമൂട് പോലീസ് കേസെടുത്തു. അധ്യാപകനെ മർദ്ദിച്ചെന്ന് കാണിച്ച് സ്കൂൾ പ്രിൻസിപ്പളും പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. മംഗളം നാട്യകമൽ പുരസ്കാരം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനിൽ നിന്നും കലൈകാവേരി കാവ്യസൂര്യൻ ഏറ്റുവാങ്ങി. അടൂരിൽ നടന്ന മംഗളം ഓണനിലാവ് സ്റ്റാർ ഷോയിൽ വെച്ചായിരുന്നു പുരസ്കാര വിതരണം. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ MLA, മംഗളം മാനേജിംഗ് എഡിറ്റർ സാജൻ വർഗീസ്, നഗരസഭാ ചെയർമാൻ മഹേഷ് കുമാർ, സനൽ അടൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടയം വടവാതൂരിൽ പാതയോരത്ത് ഉള്ളിക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിലേക്ക് ബസ് ഇടിച്ചു കയറി. കച്ചവടക്കാരനും ബസ് യാത്രികരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വടവാതൂർ താനിക്കപ്പടിയിൽ വൈകുന്നേരം 4:30ഓടെയാണ് അപകടമുണ്ടായത്. പാതയോരത്ത് ഉള്ളിക്കച്ചവടം നടത്തുകയായിരുന്ന തമിഴ്നാട് സ്വദേശി പളനി സ്വദേശി പാണ്ഡ്യന്റെ വാഹനത്തിലേക്കാണ് കോട്ടയത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ഇടിച്ചു കയറിയത്.
ബസിന്റെ മുൻഭാഗവും അപകടത്തിൽ തകർന്നു. ഇതേ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. ഏകദേശം 1.5 ടൺ ഉള്ളി അപകടത്തെ തുടർന്ന് നഷ്ടപ്പെട്ടു. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ദേശീയ വനിതാ ചാമ്പ്യൻഷിപ്പ് ഫുട്ബോളിൽ റെക്കോർഡ് ഗോളുകളുമായി കേരളം. ആൻഡമാനെ എതിരില്ലാത്ത 38 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്.